everyone, today in our video we are going to discuss the arc length of a sector. Okay, so നമ്മൾ ഒരു സെക്ടറിന്റെ ഏരിയ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആൻഡ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയതെന്നും ഹൗ ദ സെൻട്രൽ ആംഗിൾ ഇൻഫ്ലുവൻസസ് ദ ഏരിയ ഓഫ് എ സെക്ടർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയത്. ആൻഡ് in this video we are going to discuss how will we reach the mathematical expression for finding the arc length of a sector if you are provided with the central angle and the radius of the sector. So let us have a look. So first of all we have to understand what does mean by arc length of a circle. ഒരു സർക്കിളിന്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? It is the part of the circumference of a circle. Okay, so look, we have a circle here. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഒരു ഭാഗമായി വരുന്ന ഈ കർവ്ഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഭാഗത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർക്ക് ലെങ്ത് ഓഫ് എ സർക്കിൾ എന്നുള്ള രീതിയിൽ വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു സെക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിളിക്കുക. ഒരു സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു ആർക്കും ആർക്കിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയസുകൾ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എൻക്ലോസ് ചെയ്യപ്പെടുന്ന പാർട്ട് ഓഫ് ദി സർക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്ടർ ഓഫ് എ സർക്കിൾ എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക? സർക്കിളിന്റെ സെക്ടർ എന്ന് വിളിക്കാം. നമുക്ക് ഈ വൈറ്റിഷ് ആയിട്ടുള്ള ഭാഗവും സർക്കിളിന്റെ സെക്ടർ തന്നെയാണ്. ആൻഡ് ലാർജർ ഏരിയ ഉള്ളതിനെ നമ്മൾ മേജർ സെക്ടർ എന്നും സ്മോളർ ഏരിയ ഉള്ളതിനെ മൈനർ സെക്ടർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ മേജർ സെക്ടർ ആയിക്കോട്ടെ മൈനർ സെക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ അതിന്റെ ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ദി സെൻട്രൽ ആംഗിൾ എൻക്ലോസ്ഡ് ബൈ ദി സെക്ടർ. ഓക്കെ, ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So just like how we derive the area of a sector, we are going to derive the arc length, the mathematical expression for finding the arc length of a sector too. Okay, so here we are provided with a complete circle, a semicircle, the quadrant of a circle and a random sector. Okay, so അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കിന്റെ ലെങ്ത് ആണ് അല്ലേ? ഓക്കെ, സോ ഫോർ ദ കേസ് ഓഫ് എ കംപ്ലീറ്റ് സർക്കിൾ അതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് is the entire circumference of the circle. സോ അപ്പോൾ ഞാൻ അതിന്റെ ആർക്ക് ലെങ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. എന്താണ്? ആ സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നെയാണ് എഴുതേണ്ടത്. And we know that if r is the radius of a circle, then the circumference is given by the equation c is equal to 2 pi r units. Okay, so I can say that the arc length, okay, the arc length of this circle, the complete circle, is the circumference of the circle itself, and it is given by the mathematical expression 2 pi r units. Okay, next I'm moving to the case of a semicircle. So semicircle എന്ന് പറയുമ്പോൾ എന്താ? ഒരു സർക്കിളിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഹാഫ് ഓഫ് എ സർക്കിളിനാണ് നമ്മൾ സെമിസർക്കിൾ എന്ന് വിളിക്കുക. അപ്പോ ഒരു സർക്കിളിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളുടെയും നേർ പകുതിയായിരിക്കും ഒരു സെമി സർക്കിളിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പോ നമ്മൾ ആർക്ക് ലെങ്തിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് സർക്കിളിന് നമുക്ക് ദ എൻറ്റയർ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആസ് കൺസിഡേർഡ് ആസ് ദി ആർക്ക് ലെങ്ത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ സെക്ടറിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റേഡിയസ്, ഓക്കെ, അതേ റേഡിയസിന് മുകളിലൂടെ കോയിൻസൈഡ് ചെയ്തു പോകുന്ന മറ്റൊരു റേഡിയസ്, എന്നിട്ടാണ് നമ്മൾ സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് എൻറ്റയർ സർക്കിൾ. ഓക്കെ, സോ മൂവിങ് ടു ദ കേസ് ഓഫ് എ സെമി സർക്കിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇഫ് ദിസ് ഇസ് എ സെന്റർ, ഇവിടേക്ക് എനിക്ക് എന്താണ്? ഒരു റേഡിയസ്, ഇങ്ങോട്ടേക്ക് ഒരു റേഡിയസ്. ഓക്കെ, ഈ രണ്ട് റേഡിയസുകളും ആൻഡ് ഈ ആർക്ക് ലെങ്തും കൂടെ എൻക്ലോസ് ചെയ്യപ്പെടുന്ന സെക്ടർ തന്നെയാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സെമി സർക്കിൾ ഹാഫ് ഓഫ് ദ സർക്കിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ പകുതി ആയിരിക്കും ഒരു സെമി സർക്കിളിന്റെ എവിടെ ഉള്ളത്? along the circumference അല്ലെങ്കിൽ ആർക്കിൽ ഉള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if 2 pi r units is the circumference of an entire circle, എനിക്ക് പറയാൻ പറ്റും half of 2 pi r, that is equal to what? pi r യൂണിറ്റ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഒരു സെമി സർക്കിളിന്റെ ആർക്കിന്റെ ഭാഗത്ത് ഉണ്ടാവുക. ഓക്കെ, സോ എനിക്ക് ഇവിടെ പറയാം pi r units. Okay, pi r units. Next, moving to the case of quadrant of a circle. We know that quadrant, ഒരു സർക്കിളിന്റെ quadrant എന്ന് പറഞ്ഞാൽ എന്താണ്? It is a 1/4 part of
a circle. Okay, ഒരു സർക്കിളിന്റെ 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എൻറ്റയർ സർക്കിളിന്റെ മൊത്തം ഭാഗത്തിന്റെ 1/4 പാർട്ടായിരിക്കും ഒരു ക്വാഡ്രന്റിൽ ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്വാഡ്രന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സെക്ടർ. ഓക്കെ, ഒരു സെക്ടറിന്റെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ആർക്ക് ഭാഗത്ത് വരുന്നത് എത്രയായിരിക്കും? ഒരു കംപ്ലീറ്റ് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/4 പാർട്ട് ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ദ കംപ്ലീറ്റ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആസ് 2 pi r units. Okay, so 2 pi r units. ഈ 2 pi r ന്റെ 1/4. Okay, 2 pi r ന്റെ 1/4 എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും 1/2 pi r units ആയിരിക്കും എവിടെ ഉണ്ടാവുക? In the case of a quadrant of a circle, അതിന്റെ ആർക്കില് ഉണ്ടാവുക. ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്കിപ്പോ റാൻഡം ആയിട്ടുള്ള ഒരു സെക്ടർ ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് നമുക്ക് അത് എന്താണ് പ്രത്യേകിച്ച് സെമി സർക്കിൾ എന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്നോ ക്വാഡ്രന്റ് എന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു സർക്കിൾ എത്ര ഭാഗമാണ് നമ്മളോട് പറയുന്നില്ല. നമുക്ക് റാൻഡം ആയിട്ടൊരു സെക്ടർ തന്നിരുന്നാൽ ഹൗ വിൽ വി ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഓഫ് ദാറ്റ് സെക്ടർ? ഓക്കെ, സോ അപ്പൊ ഞാൻ ബാക്കിയുള്ള കേസുകളെ ഒന്നും കൂടെ നോക്കിയാണ്. ഇവരിൽ എല്ലാവരും തമ്മിൽ നമുക്ക് പറയാൻ പറ്റുന്ന മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? The difference in their central angles. Okay, that is ഒരു സർക്കിളിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? The entire central angle is 360 degree. Okay, and semi സർക്കിളിനെ സംബന്ധിച്ച് എന്തായിരിക്കും? അതിന്റെ central angle എത്രയായിരിക്കും? 180 degree ആയിരിക്കും. Okay, and ഇവിടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് quadrant of a circle the central angle is 90 degree. So ഇവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോ 2 pi r. Okay, 2 pi r എന്ന് പറയുമ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എന്താ? 360 divided by 360 into 2 pi r. Okay, this 2 pi r നെ ഞാൻ മറ്റൊരു രീതിയിൽ എഴുതിയാണ് 360 divided by 360 into 2 pi r. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇവിടെ എനിക്ക് പൈ r എന്നാണ് ഉള്ളത്. അപ്പൊ ഈ പൈ r 2 pi r ന്റെ പകുതിയാണുള്ളത് അല്ലെ? അപ്പോ ഇവിടെ പകുതി ആംഗിൾ ആണുള്ളത്. 360യുടെ പകുതിയാണ് 180. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ 180 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 pi r എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് പൈ r യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിളിനെ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഇസ് 1/2 pi r യൂണിറ്റ്സ് എന്നാണ് നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, അതെങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ ക്വാഡ്രന്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ 90 എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? 90 എന്ന് പറഞ്ഞാൽ 1/4 പാർട്ട് ഓഫ് 360 ആണ്. ഓക്കെ, സോ 1/4 പാർട്ട് ഓഫ് 360 ആണ്. അപ്പൊ എനിക്ക് 90 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 pi r. ഇതിനെ ഞാൻ റെഡ്യൂസ് ചെയ്തെടുത്താൽ കിട്ടുന്ന ഫോം തന്നെയാണ് 1/2 pi r യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഓരോ പർട്ടിക്കുലർ കേസസിലും എന്താണ് അവരൊരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ എൻക്ലോസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആർക്ക് ലെങ്ത്. ഓക്കെ, സോ ഹിയർ ദ സെൻട്രൽ ആംഗിൾ ഇസ് 360 ഡിഗ്രി. ഓക്കെ, സോ 360 divided by 360 into 2 pi r. Here the central angle is 180 degree. So 180 divided by 360 into 2 pi r. Okay, here the central angle is 90 degree. So 90 divided by 360 into 2 pi r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ here the central angle is x degree, then the equation for finding the arc length of this particular sector will be x divided by 360 into 2 pi r units. Okay, and this is what we needed, that is the arc length of a sector. Okay, so if you are provided with a sector, okay, a random sector with some central angle, either you can call it as x degree, theta, y or anything. Okay, if you are provided with the central angle and the radius, then you can find the arc length of that particular sector using this equation, that is x divided by 360 into 2 pi r. So ഈ ഓരോ particular cases നിന്നാണ് നമ്മൾ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിയത്. So let us generalize that. So here it is, that is the case is if you are provided with a sector with central angle, okay, central angle and radius, then the expression for finding the arc length of a sector will be theta divided by 360 into 2 pi r. So okay, so I hope this is very much clear for you and thank you for watching.